ഇനി ഇവിടെ നമുക്കറിയാം 4 ചുറ്റു നിന്നും ആക്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ശത്രുക്കൾ, അതിനിടയിൽ ഒരു ചെറിയ രാജ്യം. പക്ഷെ അവർ എത്ര ആർജവത്തോടെ അവർ പിടിച്ചു നിൽക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അവരുടെ ആക്രമണങ്ങൾ കൊട്ട് മൂർച്ച കുറയ്ക്കുന്നുമില്ല. ഇന്നിപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ അതിശക്തമായ കര വ്യോമ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇറാനുള്ള ഒരു തിരിച്ചടി എപ്പോഴുണ്ടാകും, അതിപ്പോൾ 7-ാം തീയതി എന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അമേരിക്കയൊക്കെ അടക്കം ഇപ്പോൾ ചില വാർത്താ സോഴ്സുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ആക്രമണം ഇറാനിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ അയത്തുള്ള ഖൊമേനിയെ പോലെയുള്ള നേതാക്കൾ ഇനി അത്തരമൊരു ധൈര്യം ഇസ്രായേലിനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ അത്ര എളുപ്പമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉള്ളതുപോലെ. തീർച്ചയായിട്ടും ശ്രീരഞ്ജിത്ത്, അതിനകത്ത് സംശയമില്ല, ഒരു ഡിഫിക്കൽട്ട് ടൈം തന്നെയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഇതിനെ ഒരു വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷനിലേക്ക് പോകാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല കാരണങ്ങളുണ്ട്. ഏറ്റവും ഫസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ മെയിൻ ടാസ്ക് അല്ലെങ്കിൽ മെയിൻ ടാർഗറ്റ് ആദ്യത്തെ ഒരു 7-8 മാസം ഹമാസ് ആയിരുന്നു. ആ ഹമാസിനെ തന്നെ അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ ഏകദേശം ഒരു 8 തൊട്ട് 10 മാസം വരെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ലിറ്റാനി റിവറിന്റെ സൗത്തിലുള്ള ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചോളം ഇസ്രായേലിനും ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന്, അവർ തമ്മിലുള്ള ലാൻഡ് ബോർഡർ ഇല്ല. അപ്പം ഏതെങ്കിലും ഒരു ആക്രമണം നടത്തണമെങ്കിൽ അത് ബൈ എയർ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ബൈ എയർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന്, എത്ര മിസൈൽസ് ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര നിങ്ങൾക്ക് ഇപ്പോൾ 1000 ഉണ്ടെങ്കിൽ 1000 ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് മിസൈൽസ് ഒന്നും പെട്ടെന്നൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എയർഫോഴ്സിന്റെ പ്ലെയിൻസിനാണെങ്കിലും അതിനും ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വരാനുള്ള സാധ്യത അത്രയും കുറയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു, ഏപ്രിലായാലും ശരി ഇപ്പോഴായാലും ശരി. അവർ ചെയ്തപ്പോഴും അവരൊരു ഒരു ഒരു പെക്യൂലിയർ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അതായത് അവർ 3 എയർബേസും മൊസാദിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവർ അതിനുവേണ്ടി മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്. അപ്പം മറ്റു രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാവണ്ട എന്നുള്ള ഒരു കരുതൽ ഇറാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ സ്റ്റീഫനൊക്കെ പറഞ്ഞ പോലെ അവിടെ ഒരു രീതിയിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റീസും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അത് ഇസ്രായേലിനെ ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ കാഷ്വാലിറ്റീസ് നടന്നിരുന്നെങ്കിൽ, ഇപ്പം 1000-ഓളം ആളുകളുള്ള കാഷ്വാലിറ്റീസ് സംഭവിച്ചിരുന്നെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു രീതിയിലേക്കുള്ള തിരിച്ചടിക്ക് പോകണമായിരുന്നു. ഇനി ഇസ്രായേൽ എന്തായാലും തിരിച്ചടിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അവരൊരു ഡിറ്ററൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യും. അവിടെയും എനിക്ക് തോന്നുന്നു അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരിക്കും മാത്രം. അത് പലരും കരുതുന്ന പോലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനൊന്നും ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഒന്നാമത് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അവരുടെ ഇറാനെ സംബന്ധിച്ചോളം അവരുടെ മൗണ്ടൻസിലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പോയി ടാർഗറ്റ് ചെയ്യാൻ അത്രമാത്രമുള്ള എയർഫോഴ്സ് ക്യാപ്പബിലിറ്റി, ലോജിസ്റ്റിക് ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർത്തു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ നോളജ് അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഇറാന്റെ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ എക്യുപ്മെന്റ് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഇറാനിന് വീണ്ടും ഒരു കാര്യം കിട്ടുകയാണ്. അതായത് നോക്കൂ, ഞങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ തകർത്തു, ഇനി ഞങ്ങൾ എന്തായാലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ന്യൂക്ലിയർ ഒരു അറ്റാക്ക് എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓയിൽ ഫീൽഡിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്, ഓയിലിനെ കുറിച്ച് സ്ട്രൈക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അവിടെയും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഗ്ലോബൽ ക്രൈസിസ് ആയി മാറും. കാരണം പേർഷ്യൻ ഗൾഫിനെ കൺട്രോൾ ചെയ്യുന്ന ഇറാൻ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് അവർ ഇടപെട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോക വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം വരും. അപ്പൊ അങ്ങനെയും ഇസ്രായേൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് നേരത്തെ ഇറാൻ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു മിലിറ്ററി ടാർഗറ്റിനെ ചെയ്ത് അവിടെ എന്തെങ്കിലും ഡാമേജ് കൊണ്ടുവരാനുള്ള ശ്രമം ആയിരിക്കും നടത്തുന്ന ഒരു ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷെ ഇതിനപ്പുറം ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമുക്കിനി അറിയത്തുള്ളൂ. പക്ഷെ ഒരു ലോജിക്കായിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു എസ്കലേഷൻ അവിടെ കൊണ്ട് തീരും. അപ്പം എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് എന്ന് പറയുന്ന പോലെ ഇതൊരു സ്ട്രൈക്ക് എന്തായാലും ഇസ്രായേൽ ചെയ്യും. അത് 7-ാം തീയതി ചെയ്യോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് 7-ാം തീയതിയാണ്. അപ്പം എക്സ്പെക്ട് ചെയ്യുമ്പം ചെയ്യാതിരിക്കുന്ന ഒരു രീതി ഇസ്രായേലിന് സാധാരണയില്ല. എപ്പോഴും ആരും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം ചെയ്ത ശീലമുള്ള അതാണ് ഇസ്രായേലിനുള്ളത്. അപ്പൊ ഇപ്പൊ ലോകത്തുള്ള എല്ലാവരും പറയുന്നുണ്ട് 7-ാം തീയതി എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷെ അതിന്റെ മറിച്ചൊരു വശം എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം സിംബോളിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വലിയ ഇതാണ്. അതായത് ടെറർ ഹെഡിനെ ആയാലും ശരി, ഏതെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടുന്ന് ബോംബ്, അതിപ്പോ ഞാൻ നേരത്തെ ഒരു 20 വർഷം മുമ്പ്
ഇസ്രായേൽ സോൾജേഴ്സിനെ കൊന്ന ഒരു ഹെസ്ബുല്ല മിലിറ്റന്റിനെ അവരിപ്പം പറഞ്ഞു ഞങ്ങൾ ആ ടെററിസ്റ്റ് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യത്തിലും ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 7-ാം തീയതി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിയാലും ശ്രീ രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും ഇസ്രായേൽ നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ അവർക്കും താല്പര്യമില്ല. കാരണം അവർ ഒരു വർഷത്തോളമായിട്ട് ഒരു ഫുൾ സ്കെയിൽ യുദ്ധം അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പല ഫ്രണ്ടിലായിട്ട്. അപ്പൊ ഇനി ഒരു ഫ്രണ്ടും കൂടെ ഒരു ടോട്ടൽ വാറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായും. കേരള ഡിന്നിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ശ്രീ